ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വ്ലോഗ്സ് ബൈ കിരൺ ബ്ലാക്ക്. അപ്പോൾ ഒരു എന്താ പറയുക, വീഡിയോ എടുക്കാനായിട്ട് ഒരു വിഷയം ഇല്ലാണ്ട് ഇങ്ങനെ ആ വിഷയദാരിദ്ര്യം മൂലം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് തലയിൽ ഒരു വിഷയം ഇങ്ങനെ ഉദിച്ചു വന്നത്. മറ്റൊന്നുമല്ല, ഞാൻ മുടി വെട്ടാൻ ഒന്ന് തീരുമാനിച്ചു. കാരണം ഒരു 7 വർഷമായി ഞാൻ ഈ മുടി വളർത്തിയിട്ട്. എൻ്റെ മുടിയുടെ അവസ്ഥ കണ്ടോ? ഇപ്പൊ ഈ മുടി ഞാനൊന്ന് വെട്ടി ഒരു മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ കുറേ നാളായി വീട്ടുകാരും പറയുന്നു, വേറെ ആരും പറയാറില്ല, വീട്ടിൽ അമ്മ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, മുടി വെട്ട്, ഒന്ന് മര്യാദക്ക് നടക്കണം. അപ്പോ അമ്മേനെ കൂടി സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനൊന്ന് മുടി വെട്ടാമെന്ന് വിചാരിച്ചു. മുടി ഒന്ന് നന്നായിട്ടെല്ലാം വെട്ടി. ഒരു 7 വർഷത്തെ ജഡായു ഉണ്ട് ഇതിൻ്റെ. എൻ്റെ മുടി ഒന്നാമത്തെ കേൾ മുടിയാണ്, ഭയങ്കര കേൾ മുടിയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറെ കളറൊക്കെ ചെയ്ത് ഭയങ്കര ഡാമേജ് ഒക്കെ ആയിട്ട് ഭയങ്കര ഡ്രൈനെസ് കയറി ഇങ്ങനെ ഇരിക്കണേണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒന്ന് മുടി വെട്ടി ഒരു മേക്ക് ഓവർ ചെയ്യാമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ മുടി വെട്ടാൻ പോകുന്നത് രാഹുൽ രമേശ് ഹെയർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലാണ്. അപ്പോൾ ഞാൻ രാവിലെ വിളിച്ചൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം 5:30ക്കാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കുന്നത്. അപ്പോൾ മുടി വെട്ടുക, ചെറുതായിട്ടൊന്ന് കളർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാനിങ്ങനെ പോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു 7 വർഷത്തെ ഞാൻ കെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരുപാട് നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ കളർ കുറെ ചെയ്താണ് ഡ്രൈനെസ് ഇങ്ങനെ മാറുന്നില്ല. പല ഇതും ചെയ്തു നോക്കി, പക്ഷെ ഡ്രൈനെസ് ഇങ്ങനെ മാറുന്നില്ല. അപ്പൊ ഞാൻ ഓർത്ത്, ആർക്കായാലും ഒരു ആഗ്രഹമില്ലേ, ഒരു ചേഞ്ച് വേണം എന്ന്. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ മുടി വെട്ടാന്ന് വിചാരിച്ചു. അങ്ങനെ മുടി വെട്ടാണെന്ന്. അപ്പോൾ മിസ് മൈ ഹെയർ, റിയലി മിസ് 7 വർഷത്തെ എൻ്റെ. അങ്ങനെ ഒന്ന് റെഡി ആയിട്ട് വേണം സ്റ്റുഡിയോയിലേക്ക് പോകാനായിട്ട്. അവിടെ ചെന്നിട്ടാണ് മുടി ഒന്ന് വെട്ടി സുന്ദരക്കുട്ടപ്പനായി വീട്ടുകാരെ സന്തോഷിപ്പിക്കാം എന്നുള്ളൊരിത്. കണ്ടോ, മുടിയിൽ ചീപ്പ് പോലും കയറില്ല. എൻ്റെ കാണിച്ചേട്ടാ, ഇതിപ്പോ ഞാനിപ്പോ കുറെ ഈരിയത് കാരണം ഈ സൈഡൊക്കെ കിട്ടും. നടുക്കൊട്ടൊക്കെ ഈരി കഴിഞ്ഞാൽ ഒരു മുടി ഇങ്ങനെ നോക്കൂ ഗൈസ്, ഇത്രയും മുടി ഇങ്ങനെ പറഞ്ഞു വരും. അങ്ങനെയാണ് എൻ്റെ മുടിയുടെ അവസ്ഥ. അങ്ങനെയാണ് പണ്ട് തൊട്ട്. എൻ്റെ മുടി ഭയങ്കര കേൾ ഹെയർ ആണ്. അപ്പോൾ എന്തോരം മുടിയാവന്നേന്ന് പറയും. ഇതൊന്നും അല്ല, ഒരു 2 ദിവസം ഈരിയില്ലെങ്കിൽ മുടി ഇങ്ങനെ ജട പിടിച്ചിട്ട് ഇതായി നിൽക്കും. ഇവിടെയൊക്കെ കുഴപ്പമില്ല. ഫ്രണ്ട് പിന്നെ എപ്പോഴും ഇങ്ങനെ കൈയിട്ട് ഇതാക്കണം. ബാക്ക് സൈഡാണ് മുടിയുടെ അവസ്ഥ. ഭയങ്കര ജട പിടിച്ചിങ്ങനെ ഡെഡ് ലോക്ക് ആയി കിടക്കണ പോലെ കിടക്കും. നോക്കൂ ഗൈസ്, കണ്ടോ, ഒരു ഒരു ജടയ്ക്ക് വേണ്ടിയാണ് നമ്മൾ നോക്കൂ 2 ഇരിയുള്ളൂ. അപ്പൊ തന്നെ ഇത്രയും മുടി ആയില്ലേ. ഒരു 10 ഇരി കഴിഞ്ഞാൽ മുടി മൊത്തം താഴെ കിടക്കും. ഞാൻ അധികം ഒന്നും ഈരാറില്ല, നനഞ്ഞിരിക്കുമ്പോൾ തന്നെ ഈരാറുള്ളൂ. നനയുമ്പോഴാണ് ഞാൻ കൂടുതലും ഈരാറ്. ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഇപ്പം എന്തെന്നാലും മുടി വെട്ടാൻ പോകണല്ലേ എന്ന് വിചാരിച്ച് ഈരണതാണ്. പിന്നെ ഒന്ന് റെഡി ആവാനുണ്ട്. റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോവാം. ബൈ. അപ്പൊ മുടിയൊക്കെ വെട്ടിട്ട് കാണാം. മരം വന്നിട്ടുണ്ട് കുറെ. വയസ്സായിട്ടില്ല. അത് ഈ കളറും ഞാൻ ഷാമ്പുവും കണ്ടീഷണറൊക്കെ ഡെയിലി യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. അപ്പോൾ മുടി അങ്ങനെ കുറഞ്ഞ എൻ്റെ ലുക്ക് എങ്ങനെയാവുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ദൈവമേ, മനുഷ്യക്കോലം അറിയാൻ മതിയായിരുന്നേ. പക്ഷെ മനുഷ്യക്കോലം എനിക്ക് ഇഷ്ടമല്ല. കുറച്ചും കൂടി പ്രാമ്പനെ പോലെ നടക്കാനാണ് എനിക്കിഷ്ടം. കുളിച്ചു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. കുളിച്ചു കഴിഞ്ഞാൽ മുടി ഇങ്ങനെ താഴ്ന്ന നൂഡിൽസ് പോലെ ഇങ്ങനെ കിടക്കും. അത് കഴിഞ്ഞ് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബാക്കിലത്തെ അവസ്ഥ ഉണ്ടോ, അതുപോലെ ആവും. നേരത്തെ കണ്ട അവസ്ഥ പോലെ ആകും. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു ചേഞ്ചിന് വേണ്ടി ഇതായതാണ്. അപ്പോൾ കുളിക്കാനൊക്കെ ഒരു 1 മണിക്കൂറൊക്കെ വേണം. ഇനിയിപ്പോൾ മുടി വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ ടൈം എടുക്കുന്നത് മുടി കഴുകാനും അതിനൊക്കെയാണ്. അപ്പോൾ ഇനി ആ ഒരു ടൈമിൽ ആയിരിക്കാം ഇതൊക്കെ.
അപ്പോൾ ഇനി റെഡി ആയിട്ട് സ്റ്റുഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാൻ റെഡി ആയിട്ട് ഞാൻ പോവാൻ പോവാണ്. രാഹുൽ രമേശ് ഹെയർ സ്റ്റുഡിയോയിലാണ് ഞാൻ ഹെയർ കട്ട് ചെയ്യുന്നത്. ഞാൻ അവിടെ തന്നെ ആയിരുന്നു ഒരു കുറച്ച് നാളായിട്ട്. ഹെയറിന്റെ എല്ലാം ചെയ്യുന്ന, കളറൊക്കെ ചെയ്യുന്ന അവിടെ തന്നെയാണ്. നമ്മുടെ കാക്കനാട് ചെമ്പുമുക്കിലാണ് രാഹുൽ രമേശ് ഹെയർ സ്റ്റുഡിയോ ഉള്ളത്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. നല്ല നല്ല സർവീസാണ്. അവർ ക്ലാസ്സും എടുക്കുന്നുണ്ട്, ഹെയർ കട്ടിങ് അങ്ങനത്തെ ഉള്ളതിൻ്റെയൊക്കെ ക്ലാസ്സും എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോകാൻ റെഡി ആയി ഇങ്ങനെ നിൽക്കാം. അപ്പൊ ഞാൻ മുടി ഇങ്ങനെ കെട്ടി വെച്ചു, കാരണം ഹെൽമെറ്റ് വെക്കണമല്ലോ. ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് പോകാനായിട്ട്. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. എത്ര വെള്ളത്തിൽ തുടങ്ങിയിട്ട്? 7 വർഷം. ഞാൻ അവരോട് പറഞ്ഞു ടെസ്റ്റിലാവുന്ന സർട്ടിഫിക്കറ്റ് വേണ്ട. ഞാൻ എൻ്റെ മറ്റേ പോലെ 1+ ഞാൻ കൊടുക്കൂലല്ലോ. കാര്യമാണല്ലോ പറഞ്ഞത്. ഞാൻ പിന്നെ ഞാൻ തീരുമാനിച്ച് കൊടുക്കാൻ.
അപ്പോൾ മുടിയൊക്കെ വെട്ടി കളറൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ വീട്ടിൽ മുടി വെട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കളർ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ റിയാക്ഷൻ എങ്ങനെയെന്ന് നോക്കാം. ഹായ്, നല്ല കളറല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല കളറാണ്. അപ്പോ മുടിയൊക്കെ കളർ ചെയ്തു. വീട്ടുകാരുടെ റിയാക്ഷൻ ഒക്കെ കണ്ടല്ലോ അല്ലെ? അവിടെ വെച്ച് സ്റ്റുഡിയോയിൽ വെച്ച് അങ്ങനെ ഓൺ വോയിസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല തിരക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല എല്ലായിടത്തും ഡ്രൈയറും അതൊക്കെ യൂസ് ചെയ്ത് പാട്ട് ഇതൊക്കെ വെച്ചാൽ ഓൺ വോയിസ് ചെയ്യാനും പറ്റിയില്ല. പിന്നെ എനിക്ക് ആരും സഹായം ഉണ്ടായിരുന്നു, ഞാൻ തന്നെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടക്ക് അവരുടെ പണിയുടെ ഇടക്ക് നമ്മൾ എന്തിനാ ബുദ്ധിമുട്ടിക്കണേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓൺ വോയിസ് ചെയ്യാണ്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ചേഞ്ച് ഓവർ ആയെന്ന് വിശ്വസിക്കുന്നു, ഒരു മേക്ക് ഓവർ ആയെന്ന് വിശ്വസിക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു കളറ്. ഇപ്പം മുടി ഇത്തിരി ഇങ്ങനെ ഡ്രൈ ആയിട്ട് കണ്ടത്, കാരണം പ്രീ ലൈനിങ് ഒക്കെ ചെയ്തപ്പോൾ ഡ്രൈ ആവും. ഞാനപ്പോൾ എൻ്റെ ക്രീം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ക്രീം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഒരു ഡ്രൈനെസ് ഒക്കെ മാറി ഒരു മോയ്സ്ചർ ലുക്ക് കിട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ കൂടെ കാണാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.